അങ്ങനെ അവസാനം നമ്മൾ എമ്പുരെ കാണാൻ വേണ്ടി പോയി. ഷോർട്സൊക്കെ കട്ട് ചെയ്യുന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ എന്താണെങ്കിലും അതിന് മുമ്പേ തന്നെ നമുക്കത് കാണാൻ വേണ്ടി കഴിഞ്ഞ്. നമ്മളൊരു 5 പേരാണ് പോയത്. പക്ഷേ നമുക്ക് ഒരാൾക്ക് സ്ക്രീൻ 2-ലാണ് ടിക്കറ്റ് കിട്ടിയത്. ബാക്കി 4 പേർക്ക് സ്ക്രീൻ 1-ലും ടിക്കറ്റ് കിട്ടി. എനിക്ക് ആ സിനിമ കണ്ടതിൽ നിന്ന് തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കിടില സിനിമയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കുഴപ്പമില്ല, കണ്ടിരിക്കാം, അങ്ങനെ പറയാൻ പറ്റും. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സിനിമ കണ്ടു തീർന്ന് നമ്മൾ നേരെ പോയത് ഉത്സവത്തിനാണ്. രാത്രി 1:33 ഇത്രയും പേര് കാത്തിരിക്കുന്നത് എന്തിനാണെന്നോ? അമ്പലത്തിൽ എഴുന്നള്ളത്ത് വരാനാണ്. എനിക്ക് തോന്നണം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് വക്കത്തേരുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ളൊരു എഴുന്നള്ളത്താണ്. 2 വർഷം കൂടുമ്പോഴാണ് ഈ ഉത്സവം നടക്കുന്നത്. ഏതാണ്ട് രാത്രി 2 മണിയായി എഴുന്നള്ളത്ത് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസങ്ങളിലാണ് എഴുന്നള്ളത്തുള്ളത്. രാത്രിയിലും എഴുന്നള്ളത്തുണ്ട്, അതുപോലെ തന്നെ പകലും എഴുന്നള്ളത്തുണ്ട്. രാത്രിയുള്ള എഴുന്നള്ളത്തിനെ രാപ്പട എന്നും അതുപോലെ രാവിലെയുള്ള എഴുന്നള്ളത്തിനെ പകൽപ്പട എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ അമ്പലങ്ങളിലെ എഴുന്നള്ളത്തിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ആനകളായിരിക്കും. പക്ഷേ ഈ അമ്പലത്തിലെ എഴുന്നള്ളത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനകളെയല്ല യൂസ് ചെയ്യുന്നത്, ഇവിടെ കുതിരകളാണ് വരുന്നത്. അങ്ങനെ 1-2 കുതിരകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല മര്യാദ കുട്ടപ്പന്മാരായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ചിലതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. അതിൻ്റെ ഒരു നടത്തവും രൂപവും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ചവിട്ട് കിട്ടും എന്നൊക്കെ തോന്നിയായിരുന്നു. എന്നാലും ഒരു അടി എപ്പോഴും നമ്മൾ പുറകിലോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ രാത്രിയിലെ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയടുപ്പിച്ചാണ് വീടെത്തിയത്. പിറ്റേന്നാണെങ്കിൽ ഉച്ചയ്ക്കാണ് എഴുന്നള്ളത്ത് വരുന്നത്. ഒരു 3 മണി ആ ഒരു സമയത്തോടു കൂടിയാണ് എത്തിയത്. വേറെ ക്ഷേത്രങ്ങളിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഒരു ഉത്സവത്തിന് 2 ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ എഴുന്നള്ളത്ത് വരുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ രാത്രിയുള്ള എഴുന്നള്ളത്ത് കണക്ക് ആയിരിക്കത്തില്ല. പകല് കുറച്ച് ചില ഫ്ലോട്ടുകൾ കാണും, ചില ഫ്ലോട്ടുകൾ കാണത്തില്ല. ചിലപ്പോൾ ഒരു കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. രാത്രിയിൽ കൂടുതലും ലൈറ്റ്സൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോട്ടുകളായിരിക്കും കൂടുതലും എഴുന്നള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. രാത്രിയിൽ മര്യാദ കുട്ടപ്പന്മാരായിട്ട് പോയ കുതിരകൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഒന്ന് തെക്കോട്ടും മറ്റേത് വടക്കോട്ടും എന്ന രീതിയിലാണ് അത് പോയത്. അങ്ങനെ ഉത്സവം എല്ലാം കഴിഞ്ഞ് ഇനി 2 വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ.